So in the previous class, we have discussed the control charts for variables. The attributes and the variables are two quantities in statistics. So variables can be measured numerically, whereas attributes cannot be measured numerically. So the previous control charts, x bar, r and sigma related to control charts for variables, because if you have a quantitative measurement, you can construct a x bar, r and a sigma chart. But here the problem is that suppose you have an item which is considered as good. You have an item which is considered as good if three of the characters are, for example, your length is equal to 1 centimeter, your height the height of the item is equal to 1 centimeter, and the width of the item is equal to 1 centimeter. Then you can say that this item is of good quality. So if any of these characters are violated, because if the item has a length which is not equal to 1 centimeter, the item is termed as defective. So if you are going to prepare control charts, then you have to prepare, for example, 3 control charts, 3 X bar charts. ലെങ്തിന് ഒരു എക്സ് ബാർ ചാർട്ട് വരയ്ക്കണം, ലെങ്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാം. ഹൈറ്റിന് ഒരു എക്സ് ബാർ ചാർട്ട് വരയ്ക്കണം, അതുപോലെ വിഡ്ത്തിന് ഒരു എക്സ് ബാർ ചാർട്ട് വരയ്ക്കണം. അപ്പോൾ ഒരു ഐറ്റത്തിൽ തന്നെ 3 കൺട്രോൾ ചാർട്ടുകൾ വരയ്ക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം, ഇതിൽ ഏതെങ്കിലും ഒന്നിന് പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഐറ്റത്തെ നമുക്ക് ഡിഫക്റ്റീവ്സ് എന്ന് പറയാം. ഏതെങ്കിലും ഒന്നിന് പ്രശ്നമുണ്ടെങ്കിൽ ഡിഫക്റ്റീവ്സ് എന്ന് പറയാം. അതേസമയം എല്ലാം 1 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നോൺ ഡിഫക്റ്റീവ് എന്ന് പറയാം. ഡിഫക്റ്റീവ് ഓർ നോൺ കൺഫോമിങ്, നോൺ ഡിഫക്റ്റീവ് ഓർ കൺഫോമിങ്. അപ്പൊ ഇതുപോലെ ചില ഐറ്റംസിനൊക്കെ 10-12 ക്യാരക്ടേഴ്സ് കാണും. അപ്പൊ നിങ്ങൾ കൺട്രോൾ ചാർട്ട്സ് ഫോർ മീൻ വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ 12 കൺട്രോൾ ചാർട്ട് തന്നെ വരയ്ക്കേണ്ടി വരും. അത് ഒഴിവാക്കാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റേഴ്സിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഡിഫക്റ്റീവ്സ് എന്ന് പറയാം. അതാണ് control charts for attributes എന്ന് പറയുന്നത്. An item is classified as defective or non-defective, unlike the X bar and R chart. അപ്പോൾ ഇവിടെ കൺട്രോൾ ചാർട്ട്സ് ഫോർ ഡിഫക്റ്റീവ് പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 4 ചാർട്ടുകളാണ് പഠിക്കേണ്ടി വരുന്നത്. നമ്മൾ കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾസിൽ പഠിച്ചിരിക്കുന്നത് എക്സ് ബാറും ആറും സിഗ്മയുമാണ്. അതുപോലെ കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾസിൽ പഠിക്കാനുള്ളത് ഒന്ന് പി ചാർട്ടാണ്. പി ചാർട്ട് പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്സ്, ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്. ഇപ്പൊ നിങ്ങളൊരു 10 ഐറ്റം എടുക്കുമ്പോൾ അതിൽ എത്ര എണ്ണം ഡിഫക്റ്റീവ് ആണ്, അതാണ് പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്സ്. ഇതുമായിട്ട് ഇക്വലന്റ് ആയിട്ടുള്ള വേറൊരു ടൈമാണ് ഡി ചാർട്ട്. ഇത് രണ്ടും റിലേറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ if D is the number of defectives for a sample of size n, then the proportion of defectives P is equal to D by n. ഇപ്പോൾ നിങ്ങൾ പി ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ തന്നെ എന്തുണ്ട്, ഡി ചാർട്ട് ഉണ്ട്. വാട്ട് ഈസ് യുവർ ഡി? ഡി ഈസ് ഈക്വൽ ടു എൻ പി. അപ്പൊ പി ചാർട്ട്, ഡി ചാർട്ട് അല്ലെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു എൻ പി ചാർട്ട്. പിന്നെ വരുന്നൊരു ചാർട്ട് എന്ന് പറയുന്നത് കൺട്രോൾ ചാർട്ട്സ് ഫോർ നമ്പർ ഓഫ് ഡിഫക്ട്സ് ആണ്. നമുക്ക് കാണാം ഡിഫക്റ്റീവ്സും ഡിഫക്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സി ചാർട്ട് പഠിക്കുമ്പോൾ. അപ്പൊ പി ചാർട്ട് ഉണ്ട്, ഡി ചാർട്ട് അല്ലെങ്കിൽ എൻ പി ചാർട്ട് ഉണ്ട്, അതുപോലെ നമുക്ക് സി ചാർട്ട് ഉണ്ട്, യു ചാർട്ട് ഉണ്ട്. ഇത്രയും ചാർട്ടുകളെയാണ് നമ്മൾ കൺട്രോൾ ചാർട്ട്സ് ഫോർ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇത് പ്രിപ്പറേഷൻ ഒക്കെ പഴയത് തന്നെയാണ്. ഒരു പി ചാർട്ട് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ആദ്യം കൺട്രോൾ ലിമിറ്റ്സ് വേണം, സെൻട്രൽ ലൈൻ വേണം, UCL വേണം, LCL വേണം. പി ചാർട്ട് ആയതുകൊണ്ട് y ആക്സിസിൽ പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്സ് പി എടുക്കുന്നു, x ആക്സിസ് സാമ്പിൾ നമ്പർ തന്നെയാണ്. ഈ പി വാല്യൂസ് പ്ലോട്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരെണ്ണം കൺട്രോൾ ലിമിറ്റ്സിന് വെളിയിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന്. സോ പി ചാർട്ടിന്റെ കൺസ്ട്രക്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പി ചാർട്ടിൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഈ ടേമുകളാണ് നമുക്ക് വേണ്ടത്. ഏത് ചാർട്ടിന്? യു ഹാവ് എ കെ സാമ്പിൾസ്, നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ആണെങ്കിൽ D1, D2 എക്സെട്ര DK എന്ന് എടുക്കുന്നു. പ്രൊപ്പോർഷൻ ഡിഫക്റ്റീവ്സ് ആണെങ്കിൽ P1, P2 എക്സെട്ര PK എന്ന് എടുക്കുന്നു. നമ്പർ ഓഫ് ഡിഫക്ട്സ് ആണെങ്കിൽ C1, C2 എക്സെട്ര CK എന്ന് എടുക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പി ചാർട്ട് കാണുന്നത് കൊണ്ട്
യു ആർ ടേക്കിംഗ്, മാത്രമല്ല നിങ്ങൾക്കറിയാം ഒരു സാമ്പിൾ സൈസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡി, നമ്പർ ഓഫ് ഡിഫക്ട്സീവ് ഡി എന്ന് പറയുന്നത് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n pi ആണ്. Pi is the population proportion. So that is expectation of d is equal to n pi and variance of d is equal to n pi into 1 minus pi, where pi is the population proportion. പക്ഷെ പിയുടെ ഫോർമുല എന്ന് പറയുന്നത് പി is equal to d by n ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് പി എത്ര വരും? എക്സ്പെക്ടേഷൻ ഓഫ് ഡി, എക്സ്പെക്ടേഷൻ ഡി എന്ന് പറഞ്ഞാൽ np by n, that is pi. അതുപോലെ വേരിയൻസ് ഓഫ് ഡി എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് ഡി ബൈ എൻ സ്ക്വയർ, npq by n square, that is your pi into 1 minus pi divided by npq, q ആണ് 1 minus pi എന്ന് by n square. അപ്പൊ n ക്യാൻസൽ ചെയ്തിട്ട് n വരും. അപ്പൊ ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ കൺട്രോൾ ലിമിറ്റ്സ് ഈസി ആയിട്ട് ചെയ്യാം. കാരണം നമുക്കറിയാം കൺട്രോൾ ലിമിറ്റ്സിന്റെ ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് പി പ്ലസ് ഓർ മൈനസ് 3 into സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പി. ഇത് വെച്ചിട്ട് കൺട്രോൾ ലിമിറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇവിടെ രണ്ട് ഇഷ്യൂസ് വരും. പി പൈ ഇത് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ അറിയാന്നുണ്ടെങ്കിൽ നമ്മുടെ സി എൽ അറ്റ് പി വരയ്ക്കുക. എൽ സി എൽ അറ്റ് നിങ്ങൾക്കറിയാം പൈ മൈനസ് ഇവിടെ എഴുതിയിട്ടുണ്ട് പൈ റൂട്ട് ഓഫ് 3 into root of pi into 1 minus. അപ്പൊ ഈ എ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ഈ എന്നിങ് മാറ്റിയതിനു ശേഷം ഒന്നുകിൽ യു ക്യാൻ ഫൈൻഡ് എ ഫ്രം സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഓർ യു ക്യാൻ കാൽക്കുലേറ്റ് എ ആസ് 3 by root n. ഇത് സ്റ്റാൻഡേർഡ്സ് അറിയാമെങ്കിലാണ്. ഇനി സ്റ്റാൻഡേർഡ്സ് അറിയില്ലെങ്കിൽ പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ സാമ്പിൾ പ്രൊപ്പോർഷൻ പി ബാർ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പൈക്ക് പകരം പി ബാർ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതിന്റെ ഡിറ്റോ തന്നെയാണ്. ഈ പി ചാർട്ട് ഫോർ വേരിയബിൾ സാമ്പിൾ സൈസ് തൽക്കാലം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്ക്. തൽക്കാലം നമുക്കത് അവോയ്ഡ് ചെയ്യാം. സെയിം സാമ്പിൾ സൈസിന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് സാധാരണ വരുന്നത്. അതിന്റെ 3 കേസസ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതുമായിട്ട് ചേർന്ന് വരുന്ന ഒരു ചാർട്ടാണ് ഡി ചാർട്ട്. ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്, ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം നമുക്ക് ഈ റിലേഷൻ ഉണ്ട്, പി ഈസ് ഈക്വൽ ടു ഡി ബൈ എൻ ആണ്. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എൻ പി ആണ്. അപ്പൊ ഇതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് ഡിയും വാല്യൂസ് ഓഫ് ഡിയും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ കൺട്രോൾ ലിമിറ്റ്സ് കണ്ടുപിടിക്കാം. ഇതിന്റെയൊക്കെ ഫോർമുല നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. പൈയും എക്സ്പെക്ടേഷൻ പി ആണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടി. ഡി കണ്ടോ, എൻ പൈയും എൻ പൈ ഇൻറ്റു 1 മൈനസ് പിയും ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് ഡി പ്ലസ് ഓർ മൈനസ് 3 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡി ആണ്. അതായത് എൻ പൈ പ്ലസ് ഓർ മൈനസ് 3 ഇൻറ്റു റൂട്ട് ഓഫ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഡി ചാർട്ടിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇഫ് ദ കൺട്രോൾസ് ആർ if pi is known, you can use this formula for calculating the control limits in a D chart. D chart means the number of defectives. P chart means the proportion of defectives. അത് കഴിഞ്ഞിട്ട് ഈ പൈയുടെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെക്ടറിന്റെ നോട്ടിൽ ഒരു തെറ്റുണ്ട്. എ എന്നാണ് കൊടുത്തിരിക്കുന്നത്, എ മാറ്റി 3 ആക്കിക്കൊള്ളാം. സോ എൻ പി ബാർ പ്ലസ് ഓർ മൈനസ് 3 ഇൻറ്റു root of np bar into 1 minus p bar. P bar means the sample, mean of the sample proportion. Mean of the sample proportion. Because നമുക്ക് p values എല്ലാം നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ p bar കണ്ടുപിടിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് ആ പ്രോഗ്രാമിലും ഇതിന്റെ അതിൽ കൺട്രോൾ ചാർട്ട്സ് വരയ്ക്കാം, മാനുവൽ ആയിട്ടും വരയ്ക്കാം. അത് നമുക്ക് ഈ കൺട്രോൾ ചാർട്ട്സ് എല്ലാം റെഡ്യൂസ് ചെയ്തിട്ട് പ്രോബ്ലത്തിലോട്ട് പോകാം. ഇനി ഡി ചാർട്ടും പി ചാർട്ടും ഞാൻ പറഞ്ഞു ഏകദേശം സെയിം ആയിട്ടുള്ളതാണ്. പി ഡി ബൈ എൻ ആണ്, ഡി എൻ പി ആണ്. അപ്പൊ ഈ നമ്മൾ എടുക്കുന്ന ഓരോ സാമ്പിളിലും കോൺസ്റ്റന്റ് സാമ്പിൾ സൈസ് ആണുള്ളതെങ്കിൽ ഇത് സാമ്പിൾ സൈസ് varies from sample to sample, P chart will be better than D chart. Otherwise you can use any charts. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, what is the difference between defectives and defects? ഒരു ഡിഫക്റ്റീവ്സും ഡിഫക്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിഫക്റ്റീവ്സ് നമുക്കറിയാം, ഒരു ഡിഫക്റ്റ് എങ്കിലും ഉണ്ടെങ്കിലാണ് അതിനെ ഡിഫക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ലെങ്ത്, ബ്രെഡ്ത്ത്, ലെങ്ത്, ഹൈറ്റ്, വിഡ്ത്ത്, അതിൽ ഏതെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിഫക്റ്റീവ്സ് എന്ന് പറയാം.
ഇപ്പൊ ലെങ്തിന് മാത്രമേ വ്യത്യാസം ഉള്ളെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് ഡിഫക്ട്സ് 1 ആണ് ഔട്ട് ഓഫ് 3. അതേസമയം ലെങ്തും ഹൈറ്റിനും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് ഡിഫക്ട്സ് 2 ആണ്. അതേസമയം ലെങ്തും ഹൈറ്റും വിഡ്ത്തും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് ഡിഫക്ട്സ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഡിഫക്ട്സും ഡിഫക്റ്റീവ്സും. So an item is considered to be defective if it fails to conform the specification in any of the characteristics. Each characteristic that does not meet the specification is a defect. സാധാരണ ഇതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ എക്സാമിനുകളിൽ ചോദിക്കുന്നതാണ്. What is the difference between defect and defectives? An item is defective. An item is defective if it contains at least one defect. For example, a TV set, if any of the parties compliant, then you can say that the TV set is defective. So otherwise, you can say it is not defective. So a TV set is defective means it has a numerous defects. A C chart is a control chart for number of defects per units. The C chart, when we count the number of defects, when you count the number of defects rather than classifying as defective or non-defective. ഇപ്പൊ ഡിഫക്റ്റീവ്സ് എന്നോ നോൺ ഡിഫക്റ്റീവ്സ് എന്നോ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പി ചാർട്ടോ ഡി ചാർട്ടോ ഉപയോഗിക്കാം. ഇതങ്ങനെയല്ല, ഇത് ഡിഫക്ട്സ് എത്ര ഉണ്ടെന്നാണ് നോക്കുന്നത്, ഡിഫക്റ്റീവ്സ് അല്ല ഡിഫക്ട്സ്. മാത്രമല്ല, പ്രോബബിലിറ്റി ഓഫ് occurring a defect in a particular spot is very very small. നമ്മളൊരു അറിയാലോ, ഒരു നല്ലൊരു ഐറ്റം മേടിക്കുന്ന സമയത്ത് ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി, ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി വളരെ റെയർ ഇവന്റ് ആയിരിക്കണം. മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്, റെയർ ഇവന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പോസോൺ ആണ്. പോസോൺ വിത്ത് പാരാമീറ്റർ ലാംഡ. ലാംഡ ഇസ് ദ മീൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. സോ C follows a Poisson with the parameter lambda. അത് മാത്രം അറിഞ്ഞാൽ മതി. C follows Poisson lambda. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് C എന്ന് പറയുന്നത് ലാംഡയാണ്, വേരിയൻസ് ഓഫ് C എന്ന് പറയുന്നത് ലാംഡയാണ്. So how can prepare the control limits? This is very easy, 3 into standard deviation of C. So that is given here. If lambda is known, you can use this one. Suppose lambda is not known, then you can take C bar as the approximate value of lambda. So you can approximate a lambda approximately equal to C bar. What is C bar? ഇപ്പൊ ഈ ക്വാളിറ്റി കൺട്രോൾ എവിടെ ബാർ കണ്ടാലും ആ വാല്യൂസുകളുടെ മീൻ എന്ന് ഓർത്താൽ മതി. ഇപ്പൊ എക്സ് ഡബിൾ ബാർ എന്താണ്? എക്സ് ബാറുകളുടെ മീൻ. ആർ ബാർ ആറിന്റെ മീൻ. എസ് ബാർ എസുകളുടെ മീൻ. പി ബാർ പ്രപ്പോർഷൻ ഡിഫക്റ്റീവ്സ് ഓഫ് 3 ഉണ്ട്, അതിന്റെ മീൻ. സി ബാർ മീൻസ് നമ്പർ ഓഫ് ഡിഫക്ട്സിന്റെ മീൻ. കൺട്രോൾ ചാർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന വൈ ആക്സിൽ സി എടുക്കുക, എക്സ് ആക്സിൽ സാമ്പിൾ നമ്പർ എടുക്കുക. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു ചാർട്ട് എന്ന് പറയുന്നത് യു ചാർട്ട് ആണ്. സി ചാർട്ടിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് സെയിം ആയിരിക്കും. അതായത് ഞാൻ ആദ്യം എടുത്ത സാമ്പിളിന്റെ സൈസ് 5 ആണെങ്കിൽ അതിൽ എത്ര ഡിഫക്ട്സ് ഉണ്ടെന്ന് നോക്കി. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു സാമ്പിൾ എടുത്ത് അതിന്റെ സൈസ് 5 തന്നെ ആയിരിക്കണം. നേരെ മണിക്ക് 10 മണിക്ക് എടുത്ത സാമ്പിളിന്റെ സൈസ് 10 അല്ലെങ്കിൽ 5, 11 മണിക്ക് എടുത്ത സാമ്പിളിന്റെ സൈസ് 7 ആണെങ്കിൽ സാമ്പിൾ സൈസ് മാറി. അത്തരം സന്ദർഭങ്ങളിലാണ് നിങ്ങൾ എന്ത് ഉപയോഗിക്കുന്നത്? യു ചാർട്ട് ഉപയോഗിക്കുന്നത്. അതായത് NI is the sample size and CI is the total number of defects. അപ്പൊ UI കാണാനുള്ള ഫോർമുല CI by NI ആണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? U bar കണ്ടുപിടിക്കാം. എന്താണ്? മീൻ ഓഫ് UIs. എന്നിട്ട് ഈ ഫോർമുലയിൽ കൊടുത്താൽ മതി. ലാംഡ ബൈ n, ലാംഡ അറിയാമെങ്കിൽ അറിഞ്ഞൂടെങ്കിൽ U bar by n. ഇത് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചാർട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഇത്രയാണ് നമുക്ക് കൺട്രോൾ ചാർട്ട്സിലുള്ളത്. So to conclude, the control charts for variables are X bar, R and sigma chart. The control charts for attributes are P chart, proportion of defectives, D chart, number of defectives, C chart, number of defects per unit, U chart, number of defects per unit for variable sample sizes. ഇതെല്ലാം എഴുതാനായിട്ട് ആദ്യം നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഇതിന്റെ എല്ലാം കൺട്രോൾ ലിമിറ്റ്സ് എഴുതിയിരിക്കുക. അത് പാരാമീറ്റർ നോൺ ആണെങ്കിലും അൺനോൺ ആണെങ്കിലും ഇതറിയാമെങ്കിൽ എല്ലാത്തിന്റെയും റൈറ്റപ്പ് ഒരു ഡിറ്റോ പോലെ തന്നെയാണ്.